Hello, it's me KP Rashik. ഈ ടാലി പ്രൈം ട്യൂട്ടോറിയലിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ടാലിയിൽ എങ്ങനെ സ്റ്റോക്ക് ഐറ്റം, സ്റ്റോക്ക് ഗ്രൂപ്പ് എല്ലാം ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇതിന് മുന്നേയുള്ള വീഡിയോയിൽ നമ്മൾ എങ്ങനെ കമ്പനി ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ എങ്ങനെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം എന്നൊക്കെ പഠിച്ചു. സോ നിങ്ങളൊരു ടാലി ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ കമ്പനി എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ലെഡ്ജർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളൊക്കെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഈ വീഡിയോ കാണേണ്ടത്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ടാലി പ്രൈമിൽ കമ്പനിയിൽ എങ്ങനെ ഗ്രൂപ്പും ഐറ്റവും ഒക്കെ ക്രിയേറ്റ് ചെയ്യാമെന്നത്. സോ ഞാൻ ഇവിടെ ഒരു പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യാണ്. സോ ഞാൻ ക്രിയേറ്റ് കമ്പനി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഒരു കമ്പനിയുടെ പേര് കൊടുക്കുന്നു. കെ പി ഗ്രൂപ്പ് എന്നുള്ളൊരു കമ്പനി. ഓക്കെ, അതിന് നമ്മൾ കേരള സ്റ്റേറ്റ് കേരള എന്ന് സെലക്ട് ചെയ്യുന്നു. പിൻകോഡ് കൊടുത്തു. ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെ കമ്പനി ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള സ്ക്രീനിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് പോവുകയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ഇവിടെ വരുന്നത്. ഇതിൽ ഷോ അക്കൗണ്ടിങ്, മെയിൻറ്റെയിൻ അക്കൗണ്ട്സ്, യെസ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ ഇൻവെന്ററി, ഇതെവിടെയാണ് മെയിൻ ഫീച്ചേഴ്സ് അഥവാ ഇൻവെന്ററി ഫീച്ചേഴ്സ് കിടക്കുന്നത് ഇവിടെയാണ്. ഇവിടെ യെസ് കൊടുക്കണം നമുക്ക് സ്റ്റോക്ക് ഐറ്റം, സ്റ്റോക്ക് ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. സോ ഇവിടെ രണ്ടും യെസ് തന്നെയാണ്. ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്യണം, അതുപോലെ ഇൻവെന്ററിയും അക്കൗണ്ട്സും ഇന്റഗ്രേറ്റ് ചെയ്യും വേണം. സോ രണ്ടും യെസ് ആണ്. ഓക്കെ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നമ്മളിപ്പോൾ എനേബിൾ ചെയ്യുന്നില്ല, നോ കൊടുക്കുന്നു. ഓക്കെ, അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ കമ്പനി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സ്റ്റോക്ക് ഐറ്റം, സ്റ്റോക്ക് ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്യണം. ഈ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ ആദ്യം യൂണിറ്റ് ഓഫ് മെഷർ വേണം, പിന്നീടാണ് സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം, പിന്നീടാണ് സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് സ്റ്റോക്ക് യൂണിറ്റ് ഓഫ് മെഷർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഇവിടെ മാസ്റ്റേഴ്സ് കാണാം. നിങ്ങൾക്ക് അക്കൗണ്ടിങ് മാസ്റ്റേഴ്സ് ഉണ്ടാവും, ഇൻവെന്ററി മാസ്റ്റേഴ്സ് ഉണ്ടാവും. നമുക്ക് ഇവിടെ കാണാൻ പറ്റും അക്കൗണ്ടിങ് മാസ്റ്റേഴ്സ് ഉണ്ട്, ഇൻവെന്ററി മാസ്റ്റേഴ്സ് ഉണ്ട്. അക്കൗണ്ടിങ് മാസ്റ്റേഴ്സിലാണ് നമ്മൾ ലെഡ്ജർ എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇൻവെന്ററി മാസ്റ്റേഴ്സിലാണ് നമ്മൾ സ്റ്റോക്ക് ഐറ്റം, സ്റ്റോക്ക് ഗ്രൂപ്പ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇൻവെന്ററി മാസ്റ്റേഴ്സിൽ ഇവിടെ കാണാൻ പറ്റും സ്റ്റോക്ക് ഐറ്റത്തിന് താഴെ യൂണിറ്റ് ഉണ്ടാവും. യൂണിറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും യൂണിറ്റ് ഓഫ് മെഷർ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്പേഴ്സിലായിരിക്കും, അല്ലെങ്കിൽ ലീറ്റേഴ്സിലായിരിക്കാം, അങ്ങനെ ഉണ്ടാവുമല്ലോ, കിലോഗ്രാമിലുള്ളത്. അതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ഇവിടെ സിമ്പിൾ എന്നുള്ളത് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന യൂണിറ്റ് ഓഫ് മെഷർ എന്നുള്ളത് നമ്പേഴ്സ് ആണ്. അപ്പോൾ ഞാനിവിടെ നമ്പേഴ്സ് എന്ന് കൊടുക്കുന്നു. ഫോർമൽ നെയിം എന്നുള്ളത് നമ്പേഴ്സ് ആണ്, നമ്പേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ഡെസിമൽ പ്ലേസസ് ഞാൻ ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല, യെസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഒരു യൂണിറ്റ് ഓഫ് മെഷർ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്ക് ചെയ്തിട്ട് ഇനി അടുത്ത് വേണ്ടത് സ്റ്റോക്ക് ഗ്രൂപ്പ് ആണ്. ഇതിന് വേറെ മെത്തേഡ് ഉണ്ട്, അത് ഈസി ആയിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും. അത് വളരെ ഈസി ആയിട്ട് സ്മാർട്ടായിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് ഞാൻ പറയും. സോ ആദ്യം നമ്മൾ ഇത് നോക്കാം. സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റോക്ക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടർ നമ്മൾ സെയിൽ ചെയ്യുന്നത് കമ്പ്യൂട്ടർ ആണെന്ന് വിചാരിക്കുക. സോ കമ്പ്യൂട്ടറിൽ നമ്മൾ ഡെൽ കമ്പ്യൂട്ടർ ഉണ്ട്, ഏസർ കമ്പ്യൂട്ടർ, HP കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ഗ്രൂപ്പ് മെയിൻ കൊടുക്കുന്നത് കമ്പ്യൂട്ടേഴ്സ് ആണ്. സോ ഞാൻ ഇവിടെ കമ്പ്യൂട്ടേഴ്സ് എന്ന് കൊടുക്കുന്നു. അതുപോലെ പ്രൈമറി തന്നെയാണ്, അത് സബ് ഗ്രൂപ്പ് അല്ല, പ്രൈമറി ഗ്രൂപ്പ് തന്നെയാണ്. ഓക്കെ, ഷുഡ് ക്വാണ്ടിറ്റീസ് ഓഫ് ഐറ്റംസ് ബി ആഡഡ്, യെസ് കൊടുക്കുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ സ്റ്റോക്ക് ഗ്രൂപ്പും ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി സ്റ്റോക്ക് ഐറ്റം ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ ഞാനിവിടെ സ്റ്റോക്ക് ഐറ്റം എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അതിന് സ്റ്റോക്ക് ഐറ്റം ഞാനിവിടെ ഏസർ കമ്പ്യൂട്ടർ ആണ് എൻ്റെ സ്റ്റോക്ക് ഐറ്റം. സോ ഏസർ കമ്പ്യൂട്ടർ എന്ന് കൊടുക്കുന്നത്. അണ്ടർ എന്നുള്ളത് ഇവിടെ വരും. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഗ്രൂപ്പ് ഒന്ന് ഇവിടെ കമ്പ്യൂട്ടേഴ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ കമ്പ്യൂട്ടേഴ്സ് എന്നുള്ള ഗ്രൂപ്പ് ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ യൂണിറ്റ്സ് ഓഫ് മെഷറും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്പേഴ്സ് ആണ്, അത് ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം റേറ്റ് ഓഫ് ഡ്യൂട്ടി ഇത് വേണ്ട, സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസ് ആണ്, അതിനെക്കുറിച്ചൊക്കെ പിന്നീട് നമ്മൾ പറയും. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ് ഒന്നും നമ്മൾ എടുത്തില്ല, നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, ആക്സെപ്റ്റ് ചെയ്യുന്നു, യെസ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു മൂന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഒരു എളുപ്പമുള്ള മെത്തേഡ്, അല്ലെ സ്മാർട്ട് ക്രിയേഷൻ എന്നുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സ്ക്രീൻ എടുക്കുക, വൗച്ചർ എൻട്രിന്റെ സ്ക്രീൻ എടുക്കുക. സോ വൗച്ചർ ഇവിടെ കാണാൻ പറ്റും, വൗച്ചർ എടുത്തു. എന്നിട്ട് നമ്മൾ പർച്ചേസ് വൗച്ചർ എടുക്കുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് പർച്ചേസ് വൗച്ചറിലാണ് ഉള്ളത്. സോ ഞാനിവിടെ സ്മാർട്ടായിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. നമ്മൾ പർച്ചേസ് ചെയ്യാണ് നേരത്തെ പറഞ്ഞ ഐറ്റം. ഓക്കെ, അപ്പോൾ സപ്ലയർ ഇൻവോയ്സ് നമ്പർ നമ്മളിവിടെ കൊടുക്കുന്നത്. സപ്ലയർ ഇൻവോയ്സ് നമ്പർ ജസ്റ്റ് ഒരു 1 കൊടുത്തു. സപ്ലയർ ഇൻവോയ്സ് നമ്പർ 1 കൊടുക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ 123 ആണ് സപ്ലയേഴ്സ് ഇൻവോയ്സ് നമ്പർ. പാർട്ടി അക്കൗണ്ട് നെയിം ക്യാഷ് ആയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഒരു പർച്ചേസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. അതിന് നമ്മൾ പർച്ചേസ് അക്കൗണ്ട്
പർച്ചേസ് അക്കൗണ്ട് ആണ്. സോ അത് പർച്ചേസിന് അണ്ടറിലാണ് വരിക. സോ പർച്ചേസ് സെലക്ട് ചെയ്യുന്നു, ഓക്കെ അടിക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നേരത്തെ ലിസ്റ്റ് ചെയ്ത ഒരു ഏസർ കമ്പ്യൂട്ടർ ഇവിടെ വന്നിട്ടുണ്ട്, അത് സെലക്ട് ചെയ്യുന്നു. അതൊരു 10 എണ്ണമാണ് വാങ്ങുന്നത്, 35,000 രൂപ. ഓക്കെ. പിന്നീട് നമ്മൾ ഈ പാർട്ടിയുടെ അടുത്ത് നിന്ന് തന്നെ നമ്മളൊരു ഡെൽ കമ്പ്യൂട്ടർ വാങ്ങുന്നുണ്ട് എന്ന് കരുതുക. അപ്പോൾ നമ്മൾ ഡെൽ കമ്പ്യൂട്ടർ എന്ന സ്റ്റോക്ക് ഐറ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതെങ്ങനെയെന്ന് വെച്ചാൽ ഇവിടെ വെച്ചുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ Alt+C പ്രസ് ചെയ്യാം. അപ്പോൾ ഒരു സ്റ്റോക്ക് ഐറ്റം ക്രിയേഷൻ വരും. അവിടെ നമ്മൾ ഡെൽ കമ്പ്യൂട്ടേഴ്സ് എന്ന് കൊടുക്കുക. ഡെൽ കമ്പ്യൂട്ടേഴ്സ്, അത് അണ്ടർ വരുന്നത് കമ്പ്യൂട്ടർ തന്നെയാണ്. ഓക്കെ. പിന്നെ യൂണിറ്റ്സ് ആണ് ചോദിക്കുന്നത്. യൂണിറ്റ്സ് നമ്മൾ ഓൾറെഡി നമ്പേഴ്സ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അതിന് പകരം നിങ്ങൾക്ക് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ എന്നുള്ളതിന് ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് മറ്റൊരു ഗ്രൂപ്പിലേക്ക് ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ Alt+C ഞെക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നോക്കുക, സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേഷൻ വന്നിട്ടുണ്ട്, കണ്ടോ. അപ്പം നമ്മൾ ഓൾറെഡി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത് കൊണ്ട് നമുക്ക് ഇനി വേണ്ട. സോ ബാക്ക് ചെയ്യുന്നു. വീണ്ടും യൂണിറ്റ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്പേഴ്സ് ഉണ്ട്. നമ്പേഴ്സിന് പകരം മറ്റൊരു ഇതാണെന്ന് നോക്കുക. അപ്പോൾ Alt+C ഞെക്കിയാൽ മതി. Alt+C പ്രസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്തൊരു യൂണിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആക്സെപ്റ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ കമ്പ്യൂട്ടർ നമ്പേഴ്സിലാണ് വാങ്ങുന്നത് കൊണ്ട് നമ്പേഴ്സ് തന്നെ സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. ഒരു 45 കമ്പ്യൂട്ടർ 40,000 രൂപക്ക് കമ്പ്യൂട്ടേഴ്സ് വാങ്ങുന്നു. ഓക്കെ. ഇങ്ങനെയാണ് സ്മാർട്ടായിട്ട് ക്രിയേറ്റ് ചെയ്യുക, ഏത് സ്റ്റോക്ക് ഗ്രൂപ്പ് ഐറ്റംസ് ഒക്കെ. ഓക്കെ. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പ് അൾട്രോ ഡിലീറ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഗേറ്റ്വേ ഓഫ് ടാലി വന്നിട്ട് അൾട്രോ എടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അക്കൗണ്ടിങ് മാസ്റ്റേഴ്സ് ഉണ്ട്. ഇൻവെന്ററി മാസ്റ്റേഴ്സിലാണ് സ്റ്റോക്ക് ഗ്രൂപ്പും സ്റ്റോക്ക് ഐറ്റം ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ഐറ്റം സെലക്ട് ചെയ്യുക. സ്റ്റോക്ക് ഐറ്റം നിങ്ങൾക്ക് ഡെൽ കമ്പ്യൂട്ടർ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക, വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തുക. ഇനി ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ Alt+D ഒരുമിച്ച് പ്രസ് ചെയ്താൽ ഇത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഏസർ കമ്പ്യൂട്ടർ നോക്കുക. ഓക്കെ. അതേപോലെ സ്റ്റോക്ക് ഐറ്റം സ്റ്റോക്ക് ഗ്രൂപ്പ് നമുക്ക് കാണാൻ പറ്റും. കമ്പ്യൂട്ടർ എന്നുള്ള ഗ്രൂപ്പാണ് ഇവിടെ ഉള്ളത്. ഓക്കെ. പിന്നെ ബാക്കോട്ട് വന്നാൽ അൾട്ര തന്നെ എടുത്താൽ നിങ്ങൾക്ക് സ്റ്റോക്ക് ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. അതേപോലെ സ്റ്റോക്ക് ഐറ്റം ഉണ്ട്, സ്റ്റോക്ക് യൂണിറ്റ് ഉണ്ട്. ഓക്കെ. Alt+D ക്ലിക്ക് ചെയ്താൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്തത് ഓൾറെഡി ഈ ഒരു ഡെൽ കമ്പ്യൂട്ടർ പർച്ചേസ് ലെഡ്ജറിൽ എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അതുകൊണ്ടാണ്. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.